വൈദ്യുതി ചാർജ് വർധനവിനെതിരെ 2020 പാർട്ടി ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലക്കുടി സൗത്ത് മേൽപ്പാലത്തിന് താഴെ പ്രതിഷേധ സായാഹ്ന ധർണയും പ്രകടനവും നടത്തി. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ വർഗീസ് ജോർജ് ധർണ ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ഡേവിസ് അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളായ ആന്റണി പുളിക്കൻ, സിജുമോൻ ജോസഫ്, ജോൺ അവറാസ്, ജിത്തു മാധവ്, ഷീജ ജോർജ് എന്നിവർ പ്രസംഗിച്ചു. നമ്മൾ KSEBിയുടെ വില വർധനവിന്റെ ഉത്തരവിനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ പ്രതിഷേധങ്ങൾക്ക് ആർക്കും സമയമില്ല, അല്ലെങ്കിൽ പ്രതിഷേധിക്കാൻ ആളുകൾക്ക് മനസ്സില്ല എന്ന് തോന്നുന്നോളം കാലം നമ്മുടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാർ, രാഷ്ട്രീയക്കാർ നമ്മളെ പിഴിഞ്ഞ് ഊറ്റിയെടുത്തുകൊണ്ടേയിരിക്കും. അതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ സർക്കാർ ഭരിക്കാൻ തുടങ്ങിയിട്ട് 8 തവണയാണ് ഇവിടെ ഇലക്ട്രിസിറ്റിയുടെ ചാർജ് കൂട്ടിയിരിക്കുന്നത്. എന്നിട്ട് എത്ര തവണ നമ്മൾ പ്രതിഷേധിച്ചു? ഇവിടെ പ്രതിഷേധങ്ങൾക്ക് നമുക്ക് സമയമില്ല. ഇവിടെ ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുന്നവരെല്ലാവരും എന്തിന്റെയോ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്നു. കാരണം അവർക്ക് ഏതെങ്കിലും ഒരു പ്രശ്നം അവരുടെ തലയിൽ വെച്ച് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് സർക്കാരുകൾ നോക്കുന്ന ഒരു പണി. കാരണം അവന്റെ തലയിൽ ഒരു പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ അവൻ മുഴുവൻ സമയവും അത് ആലോചിച്ചിരുന്നോളും. പിന്നെ രാജ്യത്തിന്റെ നന്മയോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്താണ് ആവശ്യമോ ഇതൊന്നും ചിന്തിക്കാൻ അവന് കഴിയുന്നില്ല. അവനെ ഇരുട്ടിലാക്കി അവന്റെ കണ്ണടച്ച് അവനെ ഒരു മയക്കത്തിലിരുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ രാഷ്ട്രീയ കക്ഷികളുടെ ലക്ഷ്യം തന്നെ. അതിൽ നിന്ന് നമുക്കൊരു വിമോചനം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുന്നേറ്റ് പ്രതികരിക്കാൻ ആരംഭിച്ചേ മതിയാകൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്തിന്റെ വിലയാണ് കൂട്ടാത്തത്? വെള്ളക്കരം കൂട്ടി പ്രതിഷേധങ്ങൾ ഉണ്ടായോ? നമ്മുടെ ലാൻഡിന്റെ ടാക്സ് കൂട്ടി പ്രതിഷേധം ഉണ്ടായോ? രജിസ്ട്രേഷൻ ടാക്സ് കൂട്ടി പ്രതിഷേധമുണ്ടായോ? ഇവിടെ എല്ലാത്തിന്റെയും പച്ചക്കറി മുതൽ മുട്ടസൂചി മുതൽ പഞ്ചസാര മുതൽ പാല് വരെയുള്ള എല്ലാത്തിന്റെയും ദിനചര്യയിൽ ഉപയോഗിക്കുന്ന എല്ലാത്തിന്റെയും വില കൂടി നമ്മൾക്ക് ആർക്കെങ്കിലും പ്രതിഷേധിക്കാൻ സാധിച്ചോ? നമ്മൾ പെട്രോൾ പമ്പിൽ പോയി ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്നു, അല്ലെങ്കിൽ 50 രൂപയ്ക്ക് അടിച്ചിട്ട് വരുന്നു. വില കൂടുമ്പോൾ അത് 25 രൂപയാവും. വില കുറച്ച് അടിക്കുക എന്നുള്ളതിന് ഉപരിയായി നമുക്ക് പ്രതിഷേധിക്കാൻ സമയമില്ല. നമ്മൾ എന്നാണോ പ്രതിഷേധിക്കാൻ തുടങ്ങിയത്, ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യവും നമ്മൾ പ്രതിഷേധം കൊണ്ട് നേടിയെടുത്തതല്ലേ? ഇനിയും ഒരു മൂവ്മെന്റ് ഉണ്ടായേ പറ്റൂ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ 2020 ചാലക്കുടി നിയോജക മണ്ഡലത്തിൻ്റെ വൈദ്യുതി ചാർജ് ഇൻക്രീസ് ചെയ്തതിനെ പറ്റി നമ്മളൊരു പ്രതിഷേധം ഇന്നിവിടെ സംഘടിപ്പിക്കുകയാണ്. 2020 എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഇതുപോലത്തെ പ്രതിഷേധം നമ്മൾ നടത്തുകയുണ്ടായി. ആദ്യം തന്നെ കൊടുങ്ങല്ലൂരിൽ സ്റ്റാർട്ട് ചെയ്തു, കയ്പമംഗലം, അതുപോലെ നമ്മുടെ കല്ലൂർ വെച്ചിട്ട് നമ്മൾ 3-4 മണ്ഡലങ്ങളിൽ ഒരുമിച്ച് ചെയ്തു. അത് കഴിഞ്ഞ് പെരുമ്പാവൂർ, അതുപോലെ ഇന്ന് തൊടുപുഴ, ഇന്നിപ്പോൾ ചാലക്കുടിയിലും നമ്മൾ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. ഈ വൈദ്യുതി ചാർജ് നമ്മുടെ സർക്കാർ വന്നതിന് ശേഷം ഈ 9 വർഷത്തിനിടയ്ക്ക് 4-5 പ്രാവശ്യം ഇത് കൂട്ടുകയുണ്ടായി. ജനങ്ങളെ സംബന്ധിച്ച് ഇപ്പം തന്നെ നമുക്ക് വൈദ്യുതി ചാർജ് ഒട്ടും തന്നെ താങ്ങാൻ പറ്റാത്തതിന് അപ്പുറമാണ്. വൈദ്യുതി ചാർജ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് ഇപ്പോൾ നിലവിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് പുറമെ ഇപ്പോൾ വീണ്ടും കൂട്ടുകയാണ്. നമ്മൾ വൈദ്യുതി ചാർജിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഉപയോഗിക്കുന്ന ചാർജിനേക്കാളും ഒരു 30% അഡീഷണൽ ചാർജ് പല കാരണങ്ങൾ വന്നിട്ട് വാങ്ങുകയാണ്. അപ്പോൾ ജനങ്ങളൊക്കെ ഇതിനെ പ്രതിഷേധിക്കാനായിട്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് സർക്കാരിൻ്റെ മുന്നിലേക്ക് എത്തിക്കാൻ സാധിക്കുക. ഇവിടെ സംബന്ധിച്ച് വെള്ളക്കരം അതുപോലെ എല്ലാ കാര്യങ്ങളും താങ്ങുന്നതിനപ്പുറമാണ് നമുക്ക് പറഞ്ഞത്.